പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ബുധനാഴ്ച ദിനം വലിയൊരു അനുഗ്രഹത്തിന്റെ ദിനമായിട്ട് മാറട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നാളെ നമ്മുടെ വൺഡേ ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ സാമ്പത്തികമായ മേഖലയിൽ വരുമാന മാർഗങ്ങളിലൊക്കെ വലിയ ഞെരുക്കം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വരുന്ന 10 ആഴ്ചകളിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നോക്കിയേ, ഇന്ന് ഒരു സമ്പൂർണ്ണ ജപമാല, അതുപോലെ 9 കരുണക്കൊണ്ട് ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി നാളെ വരണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് വരാൻ പറ്റാത്തവരെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി നാളെ ആ ശുശ്രൂഷയിൽ പ്രാർത്ഥനയിലായിരിക്കുക. കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ നമ്മുടെ ജീവിത പ്രതികൂലങ്ങളിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് യെശയ്യാ പ്രവചനം 58:9 വചനം വെളിപ്പെടുത്തുകയാണ്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കും? മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുന്നു. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ഇനി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ, നിലവിളിച്ചിട്ട് മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് പറയാം. അതാണ് തുടർന്ന് പറയുന്നത്. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. അപ്പൊ നോക്കിയേ, നമ്മൾ ഇന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉള്ളിൽ തീരുമാനം എടുക്കണം. നോക്കിയാൽ മർദ്ദനം, കുറ്റാരോപണം, കുറ്റം പറച്ചില്, ദുർഭാഷണം, ഇത് നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം മറക്കും. നിന്നെ വിളിക്കുമ്പോൾ കാരണം ഞാൻ നിങ്ങളോട് പറയും. പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചു, ഞങ്ങൾ എന്തോരം നിലവിളിച്ചു, കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. എന്നിട്ട് നിലവിളിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം, കർത്താവേ, ആഴമായ അനുതാപത്തിന്റെയും അതുപോലെ തന്നെ കുറ്റം പറച്ചിലേക്ക് അരൂപിയിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടി ദാഹിക്കാൻ വേണ്ട കൃപ ലഭിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.